വിശേഷ ഇന്നത്തെ ദിവസം പ്രത്യേകമായി നമ്മളോട് ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള വിവിധങ്ങളായ നിയത്തുകളുമായി ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള ഒരുപാട് ആളുകളുണ്ട്. അവരുടെ എല്ലാവരുടെയും എല്ലാ ഹലാലായ ആഗ്രഹങ്ങളെയും മുറാദുകളെയും നാഥനായ റബ്ബ് സഫലമാക്കട്ടെ. വളരെ മാരകമായ രോഗം ബാധിച്ച് ബുദ്ധിമുട്ടിൽ കഴിയുന്ന മാതാവ് വേദന പരിപൂർണമായും മാറുന്നതിനും ശിഫ ലഭിക്കുന്നതിനും വേണ്ടിയിട്ട് പ്രത്യേകം ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ മാതാവിനെ സംബന്ധിച്ചിടത്തോളം ഈ സ്ഥാപനത്തിൽ ഒരുപാട് കടമയും ബന്ധങ്ങളും ഒക്കെയുള്ളതാണ്. ഈ സ്ഥാപനത്തിന്റെ ഭാഗമായി ഉയർന്നുകൊണ്ടിരിക്കുന്ന മെഡിറ്റേഷൻ സെന്റർ പടച്ചറബിന് സുജൂദ് ചെയ്യാൻ വേണ്ടി ഒരുങ്ങിക്കൊണ്ടിരിക്കുന്ന കെട്ടിടത്തിന്റെ അതിന്റെ നിർമ്മാണത്തിൽ പ്രധാനമായും പങ്കാളിയായ ഒരു ഉമ്മയാണ്. ഏറെ വാർദ്ധക്യത്തിന്റെ ചാവല്യങ്ങളൊക്കെ അനുഭവിക്കുമ്പോഴും അല്ലാതെ രോഗത്തിന്റെ കാഠിന്യതയും തീവ്രതയും ബുദ്ധിമുട്ടും അനുഭവിച്ചു കൊണ്ടിരിക്കുന്നവരുടെ രോഗത്തിന് പരിപൂർണമായിട്ടും അല്ലാഹു ശിഫ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ, ആരോഗ്യം നൽകുമാറാകട്ടെ. അവരുടെ സഹോദരൻ ബഹുമാന്യനായ അബ്ദുൾ റഷീദ് സാഹിബ് കുടുംബം ജീവിച്ചിരിക്കുന്ന എല്ലാവർക്കും അല്ലാഹു ഖൈറും ബറക്കത്തും നൽകട്ടെ. അതുപോലെ മരണപ്പെട്ടു പോയ അവരുടെ ഭർത്താവിന് അല്ലാഹു റബ്ബുൽ ആലമീൻ സ്വർഗ്ഗം നസീബാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ അല്ലാഹു ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വിവാഹ പ്രായമെത്തിയിട്ടും അനുയോജ്യമായ ഒരു വിവാഹം സെറ്റായി കിട്ടാതെ വിഷമിച്ച് കഴിയുന്ന ചെറുമക്കൾ രണ്ടുപേരുടെയും വിവാഹം എത്രയും വേഗം അനുയോജ്യമായ ഇണകളിലൂടെ അള്ളാഹു നടത്തി കൊടുക്കുമാറാകട്ടെ. അതുമായി ബന്ധപ്പെട്ടവരുടെ മുഴുവൻ മുറാദുകളെയും അള്ളാഹു റാഹത്തായി പൂർത്തീകരിച്ചു കൊടുക്കുമാറാകട്ടെ. മറ്റെന്തെല്ലാം ബുദ്ധിമുട്ടുകൾ നെയ്യത്തുകൾ മനസ്സിലുണ്ടോ അതിനെയെല്ലാം റഹീമായ റബ്ബ് പരിപൂർണമായിട്ട് സഫലമാക്കി കബൂൽ ചെയ്യുമാറാകട്ടെ. അതുപോലെ പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ള മറ്റൊരുപാട് പേരുണ്ട്. അവരുടെ എല്ലാ നിയ്യത്തുകളെയും അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. ഇന്നത്തെ ദിവസം ഇവിടെ പ്രത്യേക ദുആ വസിയ്യത്തുമായി വന്നിട്ടുള്ള നന്മ കൂട്ടായ്മ വെമ്പായം ഈ കൂട്ടായ്മയുടെ പ്രവർത്തകര് ഈ സ്ഥാപനത്തിന്റെ അഭ്യുദയകാംക്ഷികളാണ്. തുടക്കം മുതലേ വർഷങ്ങളായി ഇതിന്റെ സഹകാരികളാണ്. ബഹുമാന്യനായ അൻസർ സാഹിബ്, അതുപോലെ ജ്യോതി സാഹിബ്, ഓക്സ്ഫോർഡ് നാസർ ഹാജി തുടങ്ങിയിരിക്കുന്ന ഓരോ വ്യക്തികളും ഈ പ്രസ്ഥാനത്തിന്റെ സഹകാരികളും സഹായികളുമാണ്. അല്ലാഹുവിന്റെ എല്ലാവരുടെയും ഈ സദുദ്യമത്തിനെ കബൂൽ ചെയ്യട്ടെ. ഈ പരിശ്രമങ്ങളെ അല്ലാഹു വിജയിപ്പിക്കുമാറാകട്ടെ. ഇവിടെ നെയ്യത്തിനെല്ലാം അല്ലാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. എല്ലാ ഖൈറും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ നജൂദി സാഹിബ് പ്രത്യേകം ദുആ വസിയ്യത്ത് ചെയ്തിട്ടുള്ളവരുടെ കഫീൽ അസ്സാബിൻ സുൽത്താൻ അല്ലാഹു മഗ്ഫിർ ലഹു വറഹംഹു, അല്ലാഹു റബ്ബുൽ ആലമീൻ അവർക്ക് പുറത്തു കൊടുക്കട്ടെ, സ്വർഗ്ഗം നസീബാക്കട്ടെ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ അല്ലാഹു റബ്ബുൽ ആലമീൻ അവരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അതുപോലെ വെഞ്ഞാറമൂട് സഞ്ജയ് ഖാൻ എന്നയാളുടെ കുടുംബത്തിന് എല്ലാവിധ ഖൈറും അല്ലാഹു നൽകുമാറാകട്ടെ. ഷൈമ എന്ന സഹോദരിയുടെ മരണപ്പെട്ടു പോയ പിതാവ് മുഹമ്മദ് ആലം സാഹിബ് അല്ലാഹു മഗ്ഫിർ ലഹു, അവർക്ക് അല്ലാഹു പരലോകം ധന്യമാക്കട്ടെ, സ്വർഗാവകാശങ്ങൾ അല്ലാഹു ഉൾപ്പെടുത്തുമാറാകട്ടെ. വെമ്പായം സുനിത എന്ന സഹോദരിയുടെ മരണപ്പെട്ട പിതാവിനും സഹോദരനും രോഗിയായ മാതാവിനും പഠിച്ചുകൊണ്ടിരിക്കുന്ന മക്കൾക്ക് ഉന്നത വിദ്യാഭ്യാസത്തിനും കുടുംബത്തിലെ മരണപ്പെട്ടു പോയവർക്ക് വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു ഈ നിയ്യത്തുകളെല്ലാം കബൂൽ ചെയ്യുമാറാകട്ടെ. ഈ സഹോദരിയെ പ്രത്യേക വസിയ്യത്ത് ചെയ്ത ഓരോ വിഷയങ്ങളും ഓരോ വ്യക്തിത്വങ്ങളുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെ ഒക്കെയും അല്ലാഹു നിറവേറ്റി കൊടുക്കട്ടെ. പോത്തങ്കോട് സുനിത എന്നവരുടെ മരണപ്പെട്ടു പോയ പിതാവ്, മാതാവ്, സഹോദരങ്ങൾ അവർക്കെല്ലാവർക്കും അല്ലാഹു മഗ്ഫിറത്തും റഹ്മത്തും നൽകട്ടെ, ഉന്നതമായ ദറജ നൽകി അനുഗ്രഹിക്കട്ടെ. മക്കളുടെ പഠനത്തിൽ ഉന്നതമായ വിജയം അല്ലാഹു നൽകട്ടെ. ഭർത്താവിന് ആയുസ്സും ആരോഗ്യവും അല്ലാഹു നൽകുമാറാകട്ടെ. അതുപോലെ വെഞ്ഞാറമൂട് സീനത്ത് എന്ന സഹോദരിയുടെ മകൻ ഒരുപാട് കാലമായി കിടപ്പിലാണ്. ഒരുപാട് സാമ്പത്തികം ചെലവഴിച്ച സർജറിയും ചികിത്സയും ഒക്കെ ആയി കഴിയുന്ന ആ സഹോദരൻ എത്രയും വേഗം പരിപൂർണമായ ആരോഗ്യസ്ഥിതിയിലേക്ക് അല്ലാഹു എത്തിക്കുമാറാകട്ടെ. ആഫിയത്ത് അല്ലാഹു പ്രദാനം ചെയ്യട്ടെ. ഖൈറു ബറകാത്ത് അല്ലാഹു അവർക്ക് നമുക്ക് ഒക്കെ നൽകി അനുഗ്രഹിക്കട്ടെ. കോഴിക്കോട് മാവൂർ നസീർ എന്ന സഹോദരന്റെ ഭാര്യയുടെ സുഖപ്രസവം അല്ലാഹു നടപ്പിലാക്കി കൊടുക്കട്ടെ. ആഗ്രഹിക്കുന്നത് പോലെ സ്വാലിഹീങ്ങളായ മക്കൾക്ക് ജന്മം കൊടുക്കാൻ അവസരം അല്ലാഹു നൽകുമാറാകട്ടെ. അഴിക്കോട് ഷാഫി എന്ന സഹോദരന്റെ മാതാപിതാക്കൾ ഇരുവർക്കും അല്ലാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. മുഅ്മിനീങ്ങളോടൊപ്പം അല്ലാഹു ഉൾപ്പെടുത്തട്ടെ. കല്ലറ അനസ് സലാഹുദ്ദീൻ എന്നിവരുടെ കുടുംബത്തിലെ എല്ലാവിധ ഖൈറിനും വേണ്ടി ദുആ ചെയ്യാൻ പറഞ്ഞ കാര്യം അല്ലാഹു കബൂൽ ചെയ്യട്ടെ. ആ നെയ്യത്തിനെ അല്ലാഹു പരിപൂർണമായിട്ട് സഫലമാക്കട്ടെ. ഒരുപാട് കാലങ്ങളായി സ്ഥാപനത്തിന്റെ മാസവരി മുഖത്തിരുന്ന സഹായിയായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മുഴുവൻ സംരംഭങ്ങളെയും അല്ലാഹു വിജയിപ്പിക്കട്ടെ. ചെമ്പൂര് ആബിദ ബിബി എന്ന സഹോദരിയുടെ കുടുംബത്തിൽ എല്ലാവിധ ഖൈറും ബറക്കത്തും അല്ലാഹു നൽകട്ടെ. ഖൈറും ആഫിയത്തും അല്ലാഹു അവർക്ക് നമുക്ക് എല്ലാവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമീൻ 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 യാ റബ്ബൽ ആലമീൻ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ الذي أنعم علينا بالإيمان وهدانا إلى دين الإسلام
لك الحمد كما ينبغي لجلال وجهك وعظيم سلطانك سبحانك لا نحصي ثناء عليك أنت كما أثنيت على نفسك فلك الحمد ولك الشكر حتى ترضى اللهم صل على سيدنا محمد وعلى آل سيدنا ونبينا ومولانا محمد اللهم أنزله المقعد المقرب عندك يوم القيامة اللهم ارزقنا في الدنيا زيارته وفي الآخرة شفاعته ولا تحرمنا رؤيته وأوردنا حوضه المورود واحشرنا غدا في زمرته تحت ظل لوائه المعبود أرحم الرحيم ദയാലുവായ അല്ലാഹ് കാരുണ്യവാനായ റഹ്മാനേ അല്ലാഹ് ഞങ്ങളെ നീ സ്വീകരിക്കണം അല്ലാഹ് നിന്റെ പരിപാവനമായി വിശുദ്ധമായ റമളാനിന്റെ ഈ ഇഫ്താറിന്റെ സന്ദർഭത്തിൽ ഞങ്ങളുടെ ഈ സംഗമത്തിന് കബൂലാക്കണം അല്ലാഹ് പടച്ച റബ്ബേ നോമ്പുകാരായ ഈ സാധുക്കളുടെ ഈ സംഗമം നീ കബൂൽ ചെയ്യണം റഹ്മാനേ പാപമോചനം നൽകണേ അല്ലാഹ് മഗ്ഫിറത്തും റഹ്മത്തും നൽകണേ അല്ലാഹ് നാളെ പാരത്രിക ലോകത്ത് വിജയികളിൽ ഉൾപ്പെടുത്തണേ അല്ലാഹ് പടച്ച റബ്ബേ ഈ ചാരിറ്റി വില്ലേജിലെ സാധുമക്കളെ സഹായിച്ച ഒരുപാട് പേരുടെ ദുആ വസിയത്തുണ്ട് റഹ്മാനേ വിശേഷ ഇന്നത്തെ ദിവസവും പ്രത്യേകം നിയ്യത്ത് ചെയ്ത ദുആ വസിയത്തുമായി വന്ന ഓരോ വ്യക്തിത്വങ്ങൾ ഓരോ മനുഷ്യരുടെയും ആവശ്യങ്ങൾ നിന്റെ മുമ്പിൽ വ്യക്തമാണല്ലോ റബ്ബേ ഈ പുണ്യമായ റമളാനിൽ ഇവർക്ക് വേണ്ടി നൽകിയ സഹായ അഭ്യർത്ഥനയോട് സ്നേഹത്തോട് അനുകൂലമായി പ്രതികരിച്ചവരുണ്ട് റബ്ബേ അവരുടെ മുഴുവൻ നിയാത്തുകളെയും നീ കബൂലാക്കണേ അല്ലാഹ് രോഗികളായി നിൽക്കുന്നവരുടെ രോഗത്തിന്റെ ശമനം നൽകണേ അല്ലാഹ് ആരോഗ്യവും ആഫിയത്തും നൽകണേ അല്ലാഹ് സ്വസ്ഥതയും സമാധാനവും ഉള്ള ജീവിതം നൽകണം അല്ലാഹ് പടച്ച റബ്ബേ മറ്റെന്തെല്ലാം നിയാത്തുകൾ അവർ മനസ്സിൽ കരുതിയോ ഒക്കെ നീ നിറവേറ്റണം റഹ്മാനേ വിശിഷ്യ പ്രവാസികളെ നീ കാക്കണം അല്ലാഹ് ഈ നാട്ടിലെ ഞങ്ങളുടെ കുടുംബങ്ങൾ 1000 പേര് പ്രവാസ ലോകവുമായി ബന്ധപ്പെട്ടവരാണ് റബ്ബേ പടച്ചവനെ വല്ലാത്ത പരീക്ഷണത്തിൽ അപ്രതീക്ഷിതമായി എത്തപ്പെട്ട അറബ് ജനതയെ നീ കാക്കണം അല്ലാഹ് ഈ നാട്ടിലെ പള്ളികൾ മദ്രസകൾ ഇൽമിന്റെ സംവിധാനങ്ങൾ ഇതുപോലെയുള്ള സാധു സംരക്ഷണ കേന്ദ്രങ്ങൾക്കെല്ലാം സഹായികളായി നിന്ന അറബ് ജനതയും അവിടുത്തെ തൊഴിലാളികളെയും നീ കാക്കണം അല്ലാഹ് പടച്ചവനെ ഞങ്ങളുടെ നാടും രാജ്യവും വലിയൊരളവ് ബന്ധപ്പെട്ട് നിൽക്കുന്ന മേഖലയാണ് റബ്ബേ അപ്രതീക്ഷിതമായി അനന്തമായി നീണ്ടുപോകുന്ന യുദ്ധത്തിന് നീ വിരാമമിടുന്നേ അല്ലാഹ് അതിന്റെ അനന്തര ഫലമായി നാട് എത്തപ്പെടാൻ സാധ്യതയുള്ള എല്ലാ ദുരന്തങ്ങളും തൊട്ട് കാക്കണം റഹ്മാനെ പടച്ച റബ്ബേ ഈ ഉമ്മത്തിന്റെ ദീനിന്റെ ശത്രുക്കളെ പൈശാചിക പ്രേരണയുമായി ഇറങ്ങി നടക്കുന്ന എല്ലാ അക്രമികളെയും നീ നിലയ്ക്ക് നിർത്തണം അല്ലാഹ് അവരെ വേണ്ടതുപോലെ നീ കൈകാര്യം ചെയ്യണം റഹ്മാനെ പടച്ച റബ്ബേ അർഹമുർ റഹീമായ നാഥാ അല്ലാഹുവേ ഈ പരിപാവനമായ റമളാനിന്റെ മുഴുവൻ ശ്രേഷ്ഠതയും ഫളിലും കരഗതമാക്കപ്പെടുന്ന സജ്ജനങ്ങളിൽ ഞങ്ങളെ ഉൾപ്പെടുത്തണേ അല്ലാഹ് പടച്ചവനെ ഞങ്ങളാക്കി മാറ്റാൻ പരിശ്രമിച്ച ഞങ്ങളുടെ മാതാപിതാക്കൾ അറിവ് കൊണ്ട് ഞങ്ങൾക്ക് കടമപ്പെട്ട ഞങ്ങളുടെ അഭിമന്യരായ ഉസ്താദുമാർ നാളിതുവരെ ഇന്നേ വരെ ഈ നിമിഷം വരെയുള്ള ഞങ്ങളുടെ സഹായികൾ എല്ലാവർക്കും നീ അർഹമായ പ്രതിഫലം നൽകണേ അല്ലാഹ് പടച്ചവനെ അവരിൽ ജീവിച്ചിരിക്കുന്നവർക്ക് ആഫിയത്തോടെ ഖൈറായ ദീർഘായുസ് നൽകണം അല്ലാഹ് മരണപ്പെട്ട് നിന്നിലേക്ക് വന്ന ആരെല്ലാം ഉണ്ടോ ഇവിടെ ഖബറിടങ്ങളെ സ്വർഗീയ ആരാമങ്ങളിൽ പെടുത്തണം അല്ലാഹ് ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലികാരിൽ പെടുത്തണേ അല്ലാഹ് നാളെ പാരത്രിക ലോകം വിജയിക്കുന്നവരിൽ പെടുത്തണം റഹ്മാനെ പടച്ചവനെ ഈ നിമിഷം വരെ ഞങ്ങൾ നിർവഹിച്ച മുഴുവൻ ഇബാദാത്തു സ്വാലിഹാത്തുകളെ കബൂലാക്കണം അല്ലാഹ് ഞങ്ങളുടെ നോമ്പിനെ തറാവീഹിനെ സ്വീകരിക്കണം അല്ലാഹ് ഞങ്ങളുടെ സകാത്ത് സ്വദഖാത്തുകളെ കബൂലാക്കണം അല്ലാഹ് അതിലൊക്കെ ഒരുപാട് വീഴ്ചകൾ കുറവുകൾ പോരായ്മകൾ ഉണ്ടാകും റഹ്മാനെ ആ പോരായ്മകളെല്ലാം പരിമാറ്റി വെച്ചുകൊണ്ട് വിട്ടുവീഴ്ച ചെയ്തുകൊണ്ട് ഈ സാധുക്കളായ ഞങ്ങളെ നീ കാക്കണം അല്ലാഹ് കബൂൽ ചെയ്യണം റഹ്മാനെ പടച്ച റബ്ബേ ഏതെല്ലാം ആവശ്യങ്ങൾ പറഞ്ഞുകൊണ്ട് ദുആ കൊണ്ട് വസിയത്ത് ചെയ്ത ആരെല്ലാം ഉണ്ടോ വിശിഷ്യ ഇന്നത്തെ ദിവസവും പ്രത്യേകം നിയ്യത്ത് ചെയ്ത് പേരെടുത്ത് പറഞ്ഞും അല്ലാതെയും മനസ്സിൽ 1000 ആഗ്രഹങ്ങളുമായി ദുആ വസിയത്ത് ചെയ്തവർ ടെലിഫോൺ വഴി വിവരം അറിയിച്ച് ദുആ വസിയത്ത് ചെയ്തവർ
പടച്ചവനെ ചെറുതും വലുതുമായ സംഭാവനകൾ നൽകിയവർ, സഹായ അഭ്യർത്ഥനയോട് അനുകൂലമായി പ്രതികരിച്ചവർ, ഏതെല്ലാം നെയ്യത്തുകളാണ് അവരുടെ മനസ്സിലുള്ളത് ഒക്കെ നീ ഖബൂൽ ചെയ്യണേ അല്ലാ, സ്വീകരിക്കണേ അല്ലാ. റഹീമായ റബ്ബേ, പടച്ച റബ്ബേ, ഈ നാടിനെയും അയൽവാസികളെയും നാടുകാരെയും നീ കബൂലാക്കണമല്ല. നിന്റെ ദീനിനെയും ദീനിന്റെ ഹിദായത്തിന്റെ അഹ്ലുകാരുടെ സപ്പോർട്ടർമാരാക്കണമല്ല, അനുഭാവികളാക്കണം അല്ലാ. പടച്ച റബ്ബേ, എന്തെല്ലാം ആവശ്യങ്ങൾ ഞങ്ങളുടെ മുമ്പിലുണ്ടെന്ന് നീ അറിയുമല്ലോ റബ്ബേ. പടച്ചവനെ, വല്ലാത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുന്ന ഈ പ്രസ്ഥാനത്തിന്, സ്ഥാപനത്തിന്, നാടിന് വരെ നീ ഏറ്റെടുത്തവനാണല്ലോ റബ്ബേ. ഈ യുദ്ധം കാരണം വല്ലാത്ത ഞെരുക്കത്തിലേക്ക് എത്തപ്പെടുമ്പോഴും നിന്നിലല്ലാതെ ഒരാളിനും ഞങ്ങൾ തവക്കുലാക്കുന്നില്ല റഹ്മാനേ. നിന്റെ പ്രത്യേകമായ കാവലും സഹായവും നൽകണേ അല്ലാ. പടച്ചവനെ, ഈ ദുആഇനെ നീ സ്വീകരിക്കണം അല്ലാ. പാപികളായ ഞങ്ങൾക്ക് പുറത്തു തരണം അല്ലാ. ജന്നാത്തുൽ ഫിർദൗസിന്റെ അഹ്ലുകാരിൽ പെടുത്തണം അല്ലാ. ഈ ദുആഇനെ നീ സ്വീകരിക്കണേ അല്ലാ. പടച്ചവനെ, ഈ സ്ഥാപനത്തിൽ നിന്റെ അനുഗ്രഹീതമായ മഹലിന് വേണ്ടി, നിന്റെ അനുഗ്രഹീതമായ പള്ളിക്ക് വേണ്ടി, പടച്ചവനെ നിനക്ക് വേണ്ടി സുജൂദ് ചെയ്യാൻ ഒരുങ്ങുന്ന ഇടത്തിന് വേണ്ടി പ്രത്യേകം സഹായം നൽകിയ ആ മാതാവിനെയും മുഴുവനെയും നീ കബൂൽ ചെയ്യണം റഹ്മാനെ. അല്ലാഹുവിന്റെ രോഗത്തിന് ശിഫ നൽകണം അല്ലാ. പരിപൂർണമായ ആരോഗ്യം നൽകണം അല്ലാ. ആഫിയത്ത് നൽകണേ അല്ലാ. ക്യാൻസറിന്റെ മുഴുവൻ വേദനയിൽ നിന്നും എത്രയും വേഗം മോചിപ്പിക്കണേ അല്ലാ. നീ രക്ഷപ്പെടുത്തണം റഹ്മാനെ. പടച്ചവനെ, വിവാഹ പ്രായമെത്തിയിട്ടും അനുയോജ്യമായ വിവാഹം നടക്കാതെ വിഷമിച്ച് കഴിയുന്നവർക്ക് നീ അനുയോജ്യമായ ഇണകളെ കൊടുത്ത് വിവാഹം നടത്തി കൊടുക്കണം അല്ലാ. എത്രയും വേഗം പ്രായത്തായ സംതൃപ്തമായ കുടുംബജീവിതം നൽകണേ റഹ്മാനെ. പടച്ചവനെ, അതുപോലെ മരണപ്പെട്ടു പോയവരുടെ മാതാപിതാക്കൾ, അതുപോലെ ഭർത്താവിന് പുറത്തു കൊടുക്കണം അല്ലാ. സ്വർഗാവകാശികളിൽ പെടുത്തണം അല്ലാ. നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിലെ ഹബീബുനാ നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടൊപ്പം ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കണേ അല്ലാ. പടച്ചവനെ, റഹ്മാനായ റബ്ബേ, ഞങ്ങളുടെ നാടും രാജ്യവും ഈ ഉമ്മത്തിനെതിരെ അക്രമപരമായി നീങ്ങിക്കൊണ്ടിരിക്കുന്നുള്ള അല്ലാ, നിന്റെ തീരുമാനമായിരിക്കും പടച്ചവനെ. ഞങ്ങളുടെ ഏതെങ്കിലും വീഴ്ചയുടെ പേരിൽ, പാപങ്ങളുടെ തെറ്റിന്റെ പേരിലാണെങ്കിൽ അത് തിരിച്ചറിഞ്ഞുകൊണ്ട് അതിൽ നിന്ന് മാറി സഞ്ചരിക്കാൻ തൗഫീഖ് നൽകണം അല്ലാ. പടച്ചവനെ, അക്രമികളെ നീ പിടിച്ച് നിലയ്ക്ക് നിർത്തണം അല്ലാ. പടച്ചവനെ, ഇന്നലകളിൽ ഒരുമയോടെ, ജാതി മതഭേദമന്യേ ഒരുമയോടെ കഴിഞ്ഞിരുന്ന ഈ നാടിന്റെ സുന്ദരമായ ഒരു അന്തരീക്ഷം നിലനിർത്തണം അല്ലാ. ഈ ഉമ്മത്തിനോട്, ദീനിനോടുള്ള അന്ധമായ വൈരാഗ്യവും ശത്രുതയും നീ മനസ്സുകളിൽ നിന്നെടുത്തു മാറ്റണം അല്ലാ. ഒരുമയോടെ ഏകോദര സഹോദരങ്ങളെ പോലെ നാടിനു വേണ്ടി പരിശ്രമിക്കാൻ ഈ നാടിനും രാജ്യത്തെ മുഴുവൻ പൗരന്മാർക്കും തൗഫീഖ് നൽകണം അല്ലാ. ലോകതലത്തിൽ സാത്താനിസത്തിന്റെ പൈശാചികതയുടെ വിളനിലമായി മാറിക്കൊണ്ടിരിക്കുന്ന ലോകരാഷ്ട്രീയം, പടച്ചവനെ, അതിനെല്ലാം നീ മാറ്റി നിർത്തിക്കൊണ്ട് ഹക്കിന്റെ അഹ്ലുകാരെ മുന്നോട്ട് കൊണ്ടുവരണം അല്ലാ. ആഖിറു സമാനിലെ ഇമാമുൽ മഹ്ദിയുടെ ശരിയായ സച്ചരിതരുടെ പാതയിലേക്ക് ഞങ്ങളെ നീ നയിക്കണേ അല്ലാ. അവസാനം വിജയം നേടുന്ന ഖുദ്സിന്റെ അഹ്ലുകാരിൽ ഞങ്ങളെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ അല്ലാ. അല്ലാഹുമ്മ റബ്ബനാ ലാ തറുദ്ദന്ന ഐദീനാ ഖായിബീൻ بسبب ذنوبنا يا رب العالمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. آمين برحمتك يا أرحم الراحمين. والحمد لله رب العالمين. بحقي أشهد أن لا إله إلا الله استغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. أشهد أن لا إله إلا الله أستغفر الله أسألك الجنة وأعوذ بك من النار. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين. اللهم اعتقنا من النار وادخلنا الجنة يا رب العالمين.
اللهم إنك عفو تحب العفو فاعف عنا يا كريم اللهم إنك عفو تحب العفو فاعف عنا يا كريم اللهم إنك عفو تحب العفو فاعف عنا يا كريم يا رحيم يا الله صلى الله على محمد صلى الله عليه وسلم صلى الله على محمد صلى الله عليه وسلم اللهم صل على محمد يا ربي صل عليه وسلم